ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ഹെയർ കെയർ വീഡിയോ കണ്ടാലോ? അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ആദ്യം തന്നെ ഒരു ഇരുമ്പ് ചട്ടി കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെന്നാപ്പൊടി, ഇത് നിങ്ങൾക്ക് ഈ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും മേടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഇത് എൻ്റെ അമ്മയ്ക്കും കൂടെ ഇട്ട് ഒരു ക്വാണ്ടിറ്റിയിൽ ഞാനിതിൽ എടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ നിങ്ങളുടെ ഹെയറിന് ലെങ്ത് അനുസരിച്ച് നിങ്ങളെടുത്താൽ മതി. എൻ്റെ ഹെയറിന് അത്ര വലിയ ലെങ്തൊന്നും അല്ല, എന്നാൽ ഒരു മിനിമൽ ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഹെന്ന എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഹെയർ കെയറിൽ ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെന്ത് പറയാനാണ്, ഞാൻ അതിൽ ഫസ്റ്റ് മുട്ടയാണ് ഇവിടെ കൊടുക്കുന്നത്. എഗ്ഗ് വൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതായത് മുട്ടയുടെ വെള്ള. അതേസമയം തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ 2 മുട്ടയാണ്. എനിക്കും അമ്മയ്ക്കും കൂടെ ആയിട്ടാവാം, ഞാൻ ഇവിടെ 2 മുട്ടയായിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇത് നന്നായിട്ട് ആ എഗ്ഗ് വൈറ്റ് നമ്മൾ ഊറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഫസ്റ്റ് മുട്ടനെ എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മുട്ടയും കൂടി ഇടും കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ എഗ്ഗ് വൈറ്റ് നന്നായിട്ട് അതിൽ നിന്ന് നമ്മൾ ഊറ്റിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടിയായ മിക്സിങ്. അടുത്ത് ഞാൻ ഹോട്ട് ഓയിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഹോട്ട് ഓയിൽ ഹെയർ മസാജ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ തന്നെ ഞാൻ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന എണ്ണ. അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ യൂസ് ചെയ്യാം. അത് ചെറിയൊരു ചട്ടിയിൽ അല്ലെങ്കിൽ കിണ്ണത്തിലാക്കിയിട്ട് നിങ്ങൾക്കിങ്ങനെ ചൂടാക്കാം. ഞാനത് എങ്ങനെ ആക്കാമെന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ജസ്റ്റ് ഇങ്ങനെയും നമുക്ക് ചൂടാക്കി എടുക്കാം. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ക്ഷമിക്കണം, ആദ്യം തന്നെ അടുക്കളയിൽ മുടി അയച്ച് നിൽക്കാൻ പാടില്ലെന്നറിയാം, എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നിന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടോ നോക്കുന്നത്. ആദ്യം തന്നെ എണ്ണയിടുന്നതിന് മുന്നേ ഒരു മസാജ് നമ്മൾ കൊടുക്കണം, ഒന്ന് റിജുവിനേറ്റ് ആയി കിട്ടാനായിട്ട്. കാരണം ഹെയർ അല്ലേ, ഒരു ഇതുപൂരം ഒരു എന്താണ്, ഒരു മസാജൊക്കെ കിട്ടുമ്പോൾ അതിനൊരു ഉണർവൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മസാജ് ചെയ്തതിന് ശേഷം നല്ല ചൂടുണ്ട് കേട്ടോ എണ്ണ. അപ്പോൾ ഞാൻ അത് സൂക്ഷിച്ചിട്ട് ഹാൻഡിൽ വിത്ത് കെയർ എന്ന രീതിയിൽ ഞാൻ ആദ്യം ചെറുതായിട്ട് കൊടുത്തു തുടങ്ങി. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ ഹോട്ടൽ മസാജ് ചെയ്യുമ്പോൾ ഒരു സമാധാനമുണ്ട്. കാരണം മറ്റേത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഹോട്ടൽ മസാജ് കുറച്ചുകൂടെ നല്ല റിജുവിനേഷൻ തരാറുണ്ട്. സോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ ഏതാണോ ഓയിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാൽ മതി. നമ്മളിനി പ്രത്യേകം ഇതിന് വേണ്ടി ഒരു ഓയിലൊന്നും എടുക്കണ്ട. ഞാൻ വീട്ടിൻ്റെ പുറത്ത് വന്നു കേട്ടോ. വീട്ടിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഏരിയയിൽ എല്ലാത്തിനും ഞാൻ ഹെയർ ഓയിൽ കൊടുക്കുന്നത്. കാരണം എല്ലായിടത്തും അപ്ലൈ ചെയ്യണമെങ്കിൽ വീട്ടിൻ്റെ അകത്ത് നടക്കില്ല. മുടി ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് മുടി പൊഴിഞ്ഞും പോവും, അതിനനുസരിച്ച് വളരുകയും ചെയ്യും കേട്ടോ. അത് നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പ് നല്ല വലിയ വിടവുള്ള കോമ്പായിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പില്ലോ കവേഴ്സ് വാഷ് ചെയ്യുക. അപ്പോൾ പതിയെ നമ്മൾ മുടിയുടെ ടാങ്കിൾസ് അഥവാ ഉടക്ക് കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മളായി കഴിയുന്ന രീതിയിൽ നമ്മളെ മുടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ എന്താണ്, എനിക്കും ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ലോങ് ഹെയറായി മാറിയപ്പോഴത്തേക്ക് വലിയ ലോങ് ഹെയർ അല്ല, എന്നാലും കുറച്ച് ലോങ് ആയപ്പോൾ തന്നെ എനിക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഞാനിങ്ങനെ ക്ഷമയെടുത്തിട്ടാണ് ഈ ടാങ്കിൾസ് കളയുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് ലോങ് ഹെയർ ആവുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ള കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലാണ്ട് ഇനിയും വേറെ ഹെയർ കെയർ വീഡിയോ വേണമെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഞാൻ എല്ലാ മാക്സിമം ഹെയർ കെയർ വീഡിയോ കമൻറ്റ് വന്നതിനനുസരിച്ചും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമായിട്ടാണ് ഞാനിപ്പോൾ ഓരോ വീഡിയോസും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് അത്രയും വാല്യൂ ആണ് കേട്ടോ. ശേഷം ഞാനും അമ്മയും കൂടെ
വെളിയിലിരുന്നിട്ട് അമ്മ എനിക്ക് ആ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന പാക്ക് എനിക്ക് ഇട്ട് തരികയാണ് കേട്ടോ. കാരണം എനിക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണം. കാരണം അമ്മയാകുമ്പോൾ എനിക്ക് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് തരും. അപ്പോൾ എനിക്ക് കുറച്ച് നേരം നമ്മൾ കാര്യം പറയണതും ആകും. കാരണം വല്ലപ്പോഴല്ലേ നമ്മളിങ്ങനെ നേരിട്ട് കാണുക. അമ്മയാണെങ്കിൽ അമ്മയുടെ ജോബും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് നമ്മളെന്താ പറയാനാ, എനിക്ക് നല്ല മസാജ് കിട്ടിക്കൊണ്ടിരിക്കണം. ഞാനത് സുഖിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല മസാജായിരുന്നു. ഹെയർ മസാജ് അറിയായിരിക്കുമല്ലോ നമുക്ക് എത്രയും നല്ലതാണ് മസാജ് കിട്ടിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഞാനും അമ്മയും അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ റിസൾട്ട് കാണണ്ടേ? നമുക്ക് ആയുർവേദപരമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് വളരെ നല്ല റിസൾട്ട് അത് കാണുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് നല്ല ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു പ്രോട്ടീൻ കഴിഞ്ഞൊരു പ്രോട്ടീൻസൊക്കെ ചെയ്യുമ്പോൾ ഹെയറിൻ്റെ എനർജി കിട്ടിയൊരു ഫീലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.